കോളേജ്? എല്ലാം നല്ല കോളേജാണ്, എല്ലാം നല്ല കോളേജാണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഉള്ളതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് എടുക്കുക. എല്ലാ വർഷവും കൂടി INC അപ്രൂവ്ഡ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ കോളേജ് സെലക്ട് ചെയ്ത് നോക്കുക. അതിൽ തന്നെ ഇപ്പം പല സ്കാംസ് വരുന്നുണ്ട്. ഇപ്പം ചില കോളേജ് 50 സീറ്റുള്ളൂ, അവർ ചിലപ്പോൾ 100 സീറ്റിന്റെ ഇന്ത്യക്ക് എടുക്കും. അത് നമ്മളോട് നമ്മൾ അറിയത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ സ്കാം ഉണ്ട്. എനിക്കൊന്ന് TV-യിലൊക്കെ നിങ്ങളും കണ്ടു കാണും. അതായത് INC അപ്രൂവൽ ഉള്ള കോളേജ് ഒരെണ്ണം കാണും, പക്ഷെ അവരുടെ പേരിൽ തന്നെ അവർ വേറൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈ കോളേജിൽ തന്നെ പഠിക്കുന്നതെന്ന് പറയും. പക്ഷെ ആക്ച്വലി അവർ പഠിക്കുന്നത് വേറൊരു INC അപ്രൂവൽ ഇല്ലാത്ത കോളേജായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്കാംസ് വരുന്നു. പ്രോപ്പറായിട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് വഴി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും സേഫ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ കുറെ പരാതികൾ പലയിടത്തുനിന്നും വന്നായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ന്യൂസിൽ പോലും അത് വന്നിട്ടുണ്ട്. നല്ല കോളേജിന്റെ പേര് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കോളേജിൽ കയറ്റിട്ടുണ്ട്. എല്ലാ കോളേജും നല്ലതാണ്. എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു INC അപ്രൂവൽ, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഉള്ള കോളേജ് മാത്രം എടുക്കുക. ഏജന്റ് പറയും നിങ്ങൾക്ക് 2 മാസം കഴിയുമ്പോൾ ഈ കോളേജ് കിട്ടും. അങ്ങനെ കിട്ടത്തില്ല, അത് റൂളാണ്. ആ പറയുന്ന ഉള്ള കോളേജ് മാത്രം അഡ്മിഷൻ എടുക്കുക. ചില കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഈ പറയുന്ന നമുക്ക് ക്ലയന്റിന്റെ ഇത്ര ലക്ഷം രൂപയാവുമെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി ഉത്തര റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ക്ലയൻസിനെ വിളിച്ച് എന്നിട്ട് അവർ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കോളേജും നല്ലതാണ്. INC അപ്രൂവൽ ഉള്ള കോളേജ് മാത്രം തിരഞ്ഞെടുക്കുക.